വി.ഡി. സതീശനെ കട്ടപ്പയാക്കി ഫ്ലക്സ്. കോട്ടയം പുതുപ്പള്ളിയിലാണ് ഫ്ലക്സ് ഉയർന്നത്. ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്നും കുത്തിയ ആളെ മുഖ്യമന്ത്രിയാക്കരുത് എന്നാണ് ഈ ഫ്ലെക്സിൽ പറയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, ഏതൊക്കെ നിലയിലാണ് ഈ നേതാക്കൾക്ക് വേണ്ടി അണികൾ തെരുവിലിറങ്ങുന്നത് എന്നുള്ളത് കൗതുകകരം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ കട്ടപ്പയാക്കിയിരിക്കുന്നു വി.ഡി. സതീശനെ, അല്ലേ? തീർച്ചയായിട്ടും ഓരോ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് വന്നിരിക്കുന്നത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ ഇന്നലെ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് പാമ്പാടിയിൽ ഇന്നലെ ഒരു വലിയ മാർച്ചൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മന്റെ നിലപാട് എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അവർക്കൊപ്പം നിൽക്കുമെന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് സോളാർ കാലം, ഒന്ന് സോളാർ കാലം, രണ്ട് ഉമ്മൻചാണ്ടിയെ ബാർക്കോഴ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചത്, കടുംവെട്ട് സർക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. തീർച്ചയായും അദ്ദേഹം നീതിമാനായിരുന്നു. നമ്മുടെ കുഞ്ഞുഞ്ഞിനെ പിന്നിൽ നിന്നും കുത്തിയ യൂദാസിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കരുത്, അത് ആ നീതിമാന്റെ ആത്മാവിനോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലെക്സ് ബോർഡ് കട്ടപ്പയായി വി.ഡി. സതീശനെയും അതുപോലെ തന്നെ ആ ബാഹുബലിയിലെ രംഗം, പിന്നിൽ നിന്ന് കുത്തുന്ന ആ രംഗം കൂടി കാണിച്ചുകൊണ്ടാണ്, പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ നിലകൊണ്ട വ്യക്തി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാട് സ്വീകരിച്ച സതീശനെ മുഖ്യമന്ത്രിയാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സ് പുതുപ്പള്ളിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഈ കാര്യങ്ങളിൽ വല്ലോ പങ്കുമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നലത്തെ പ്രകടനത്തിന് പോലും ചാണ്ടിയുടെ അനുമതിയോ ചാണ്ടിയുടെ പിന്തുണയോ ഇല്ലായിരുന്നു. അദ്ദേഹം ആര് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു അവർക്കൊപ്പം നിലകൊള്ളുമെന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ പക്ഷേ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ, കോട്ടയം നഗരത്തിൽ വെച്ച ഫ്ലെക്സുകൾ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ തരുന്നത്. ഗോകുൽ, ഈ ഫ്ലെക്സ് ഉയരുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അടക്കം മുൻപത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ മന്ത്രിസഭയുടെ തീരുമാനത്തെക്കുറിച്ചൊക്കെ വി.ഡി. സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും വലിയ നിലയിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ ഒരു ഫ്ലെക്സ് കീറിയെടുത്ത് തുടങ്ങിയാണ്. ടോബി പറഞ്ഞ വ്യക്തമാണ്. അവിടെ നിന്ന് ഈ നെറേറ്റീവ് ആകെ തിരിയുന്നു. ഉമ്മൻചാണ്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് വി.ഡി. സതീശനെ, അന്നത്തെ സർക്കാരിനെ പറ്റി പറഞ്ഞ വി.ഡി. സതീശന്റെ വാക്കുകൾ വൈറലായിക്കൊണ്ടും ചർച്ചയായിക്കൊണ്ടും മാറുകയാണ്. അത് നേരെ തിരിഞ്ഞു വരുന്ന അമ്പായി മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.